ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന പുതിയ സിനിമകളൊക്കെ ആദ്യം കാണുന്നത് നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരാണ്. മറ്റൊന്നുമല്ല കാരണം, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സെൻസർ ബോർഡിൻ്റെ അടുത്തെത്തും. സെൻസർ ബോർഡ് പറയും ഇന്ന ഇന്ന ഭാഗങ്ങൾ അതിൽ നിന്ന് വെട്ടിമാറ്റണം എന്ന്. അത് വെട്ടിമാറ്റുന്നതുകൂടി ആ സിനിമ അവർ ഉദ്ദേശിച്ച, സിനിമ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ച, സംവിധായകൻ ഉദ്ദേശിച്ച, സ്ക്രിപ്റ്റ് റൈറ്റർ ഉദ്ദേശിച്ച ഒന്നല്ലാതായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവർ നേരെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി പറയുന്നു ഞങ്ങൾ ആ സിനിമയൊന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്നു. ഇപ്പോൾ കുറേ സിനിമകൾ അങ്ങനെ, ഇപ്പം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ അങ്ങനെ ജഡ്ജി കണ്ടതാണ്. ഇപ്പോഴിതാ ഹാൽ എന്ന് പറയുന്ന സിനിമ ഹൈക്കോടതി ജഡ്ജി കാണാൻ പോവുകയാണ്. അതിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടോ? അതിൽ ഹർജിക്കാർ ഉന്നയിക്കുന്ന സെൻസർ ബോർഡ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതിൽ ബീഫ് ബിരിയാണി എന്ന് പ്രയോഗിക്കുന്നത് തെറ്റാണ്. അതിൽ ക്രൈസ്തവ മതത്തിനെതിരെയുള്ള പ്രയോഗങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം വെട്ടിമാറ്റണം എന്ന് പറയുന്നത്. പക്ഷേ സിനിമാ നിർമ്മാതാവും സംവിധായകനും ഒക്കെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, ഇനി അതൊക്കെ വെട്ടിമാറ്റിക്കഴിഞ്ഞാൽ ആ സിനിമയല്ലാതായി മാറും എന്നൊക്കെയാണ്. അപ്പോൾ ദൗസാബ്, ഇതിപ്പം എമ്പുരാനിലൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയത് എമ്പുരാനിലാണ്. എമ്പുരാന് സെൻസർ ബോർഡ് വെട്ടിയതല്ല, പക്ഷേ വെട്ടേണ്ടി വന്നു. മറ്റേ സംഘപരിവാറിൻ്റെ ആരോപണം കാരണം വെട്ടേണ്ടി വന്നു. ജാനകിയിൽ കോടതി നിർദ്ദേശപ്രകാരം പേര് മാറ്റേണ്ടി വന്നു. ഇപ്പം പ്രൈവറ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇതുപോലെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അവിഹിതം എന്ന് പറയുന്ന സിനിമയ്ക്കും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഈ സിനിമ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വല്ലാതെ അങ്ങ് ചുരുക്കപ്പെടുന്നുണ്ടോ? സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യം ചുരുക്കപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഹാലിൽ കുറേ വാക്കുകൾ, ബീഫ് ബിരിയാണി, പിന്നെ ധ്വജപ്രണാമം, ഗണപതി വട്ടം, പിന്നെ എന്തെങ്കിലും സംഘം കാവലുണ്ട്, ഇത്തരം വാക്കുകൾ എട്ട് കട്ടുകൾ അല്ലേ. ആദ്യം ഇവർ ഒരു കട്ടും പിന്നെ ഒരു പാട്ടിൻ്റെ എന്തോ ഒരു വരിയിൽ മാറ്റോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിരുന്നു. അത് ചെയ്ത് കൊടുത്തതിന് ശേഷം ആണ് പിന്നെ ഇത് വേറൊരു റിവിഷൻ കമ്മിറ്റിക്ക് കൊടുക്കുന്നത്. റിവിഷൻ കമ്മിറ്റിയാണ് ഇത്രയും അധികം ഇത് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് ഹാലിൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ. ഇത് അവരുടെ ഷെഡ്യൂൾ പ്രകാരം തന്നെ തിയേറ്ററിൽ എത്തുന്ന പ്ലാനിൽ നമ്മുടെ ഇവിടെയൊക്കെ തന്നെ അതിൻ്റെ പോസ്റ്ററുകൾ കണ്ടിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പാളി, അതിൻ്റെ കലണ്ടർ മൊത്തം പാളി. 20 കോടിയോളം മുടക്കിയുണ്ടാക്കുന്ന സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോടതിയിൽ പോവുകയാണ് ചെയ്തത്, അല്ലാതെ വേറെ വഴിയില്ല. സെൻസർ ബോർഡ് അങ്ങനെ പറഞ്ഞ് അതാണ് ഏറ്റവും പ്രധാനം. സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഈ കട്ടുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇവർ പറയുന്ന സർട്ടിഫിക്കറ്റ് തരാൻ ഒന്നും ന്യൂഡിറ്റി ഇതിലില്ല, വയലൻസ് ഇല്ല, പിന്നെ ബ്രിട്ടാലിറ്റി, അത്തരം സർട്ടിഫിക്കറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഒന്നും ഈ സിനിമയിലില്ല. പിന്നെ എന്തിനാണ് സർട്ടിഫിക്കറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സിനിമ ഇവരുടെ സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് പരിരക്ഷ നൽകണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോടതിയിൽ പോയിരിക്കുന്നത്. കോടതി സ്വാഭാവികമായിട്ടും അത് അടുത്ത സ്റ്റെപ്പായിട്ട് അത് കാണുക, എന്നിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അതിൽ കാണേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൽ സെൻസർ ബോർഡിൽ ആരായിരിക്കുന്നത് നമുക്കറിയാം. ഈ മിത്രങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ പെരുമാറാൻ കിട്ടുന്ന, അധികാരം പ്രയോഗിക്കാൻ കിട്ടുന്ന അപൂർവം ഏരിയകളിൽ ഒരു ഏരിയയാണിത്. ഒന്ന് ഗവർണർ ഉപയോഗിച്ചിട്ട് യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ എനിക്കൊന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്രയും സെൻസറിങ് ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ മറ്റ് ഉത്തരേന്ത്യൻ ഈ സംസ്ഥാനങ്ങളിലെ ഹോളിവുഡിലൊക്കെ സെൻസറിങ് ആവശ്യമില്ലാത്ത വിധം സെൽഫ് സെൻസേർഡായി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രി മൊത്തം സെൽഫ് സെൻസേർഡായി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിരന്തരം ഇത്തരം കട്ടുകൾ കൊണ്ടുവരുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കട്ടുകൾ ആവശ്യപ്പെടുന്നതുകൊണ്ട് അവർ കട്ടുകൾ ആവശ്യപ്പെടുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ സിനിമ മൊത്തം പൊളിയും, അതുകൊണ്ട് പറ്റില്ല, കോടതിയിൽ പോകുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം ഷെഡ്യൂള് പ്ലാന് മാറുകയാണ്, സമയനഷ്ടം വരികയാണ്, സാമ്പത്തിക നഷ്ടം വരികയാണ്. അപ്പം ഇനിയുള്ള സംവിധായകർ എന്ത് വിചാരിക്കും? അയ്യോ, ഈ ജാതി ചൊറക്കൊന്നും പോകണ്ട, നമുക്ക് എന്താണ് നമോ പോലത്തെ സിനിമയൊക്കെ ഇറക്കുക, മറ്റേ RR പോലെയുള്ള സിനിമ ഇറക്കുക. അല്ലെങ്കിൽ ഇപ്പം ഇഷ്ടം പോലെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് പറഞ്ഞാൽ ബയോപിക്കുകളാണ്. പഴയ രാജാക്കന്മാരെക്കുറിച്ച്, പിന്നെ രജപുത്ര യോദ്ധാക്കളെക്കുറിച്ചൊക്കെയുള്ള സിനിമകൾ ഇങ്ങനെ ഇറക്കുക. അടിപൊളി VFX വെച്ചിട്ട് ആ ഒരു സെൽഫ് സെൻസറിങ്ങിലേക്ക് ഇൻഡസ്ട്രിയെ കൊണ്ടുപോകുക എന്നുള്ളതാണ്, ഇൻഡസ്ട്രി എത്തും എന്നുള്ളതാണ് അതിൽ ദുരന്തം. അത് എത്തിക്കഴിഞ്ഞു ബോളിവുഡിലൊക്കെ. ബോളിവുഡിൽ നിന്നൊക്കെ ഇപ്പോൾ അങ്ങനെ സിനിമകളെ വരുന്നില്ലല്ലോ. സൗത്ത് ഇന്ത്യയാണെന്ന് ഇച്ചിരി മാറി സഞ്ചരിക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനകത്തും ഈ ഒരു സംഗതി വരും എന്നുള്ളതാണ് ഞാനിതിൽ അപകടമായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പോയിട്ട് ഇങ്ങനത്തെ കുറേ പുരാണ കഥകളും പഴയ രാജാക്കന്മാരുടെ കഥകളും ബയോപിക്കുകളും ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കണ്ടിറങ്ങേണ്ടി വരുന്നൊരു കാലം വരുമായിരിക്കാം. ഇനി ഇതിൽ എനിക്ക്
കോടതി രണ്ട് രീതിയിലും പലപ്പോഴും സെൻസർ ബോർഡിന് അനുകൂലമായിട്ടും എതിരായിട്ടൊക്കെ കോടതിയുടെ തീർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കോടതി കാണാനിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ സിനിമയെ മാത്രം ബാധിക്കുന്നതാണ് എന്നുള്ള വിചാരിക്കും. ഇതിൽ വേറൊരു തമാശ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ കത്തോലിക്ക കോൺഗ്രസ് ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഇതിൽ കക്ഷി ചേർന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധി ഇന്നലെ ഒരു ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇതിൽ കക്ഷി ചേർന്നത്? ഒരു കക്ഷി ചേരണമെങ്കിൽ ഈ സിനിമയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാണല്ലോ. സിനിമ കാണാതെ അങ്ങനെ മനസ്സിലാവുക. അപ്പോൾ പറഞ്ഞാൽ അത് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, അത് സഭയ്ക്കെതിരാണ്. സഭയ്ക്കെതിരാണെന്ന് പറഞ്ഞാൽ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്താ ഇതിൽ പ്രണയിനികളുണ്ട്, എന്താണ് പ്രണയിക്കുന്ന ആൾ ആണ് മുസ്ലിമും പെണ്ണ് ക്രിസ്ത്യാനിയും ഒക്കെ ആണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഏത് പത്രത്തിൽ വന്നു? അത് ദീപികയിൽ വന്നിട്ടുണ്ട്. ദീപികയിൽ ഇതിനെതിരെ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ദീപികയിൽ വാർത്ത വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് നമ്മുടെ സമുദായത്തിന് കുഴപ്പമുണ്ടാകുന്നതാണെന്നുള്ള തെളിവാണത്. അപ്പോൾ ഞങ്ങളെ ഇവിടെ ഇംപ്ലീഡ് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കോടതിയിൽ പോയി. അപ്പോൾ അവർക്ക് കൂടെ അത് കാണണം എന്നുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ സംവിധായകൻ പറയുന്നത് റഫീഖ് വീര അല്ലേ എന്ന് പറയുന്നത് കാണാൻ സമ്മതിക്കില്ല, കാണാൻ പറ്റില്ല. പടം ഇറങ്ങുന്നതിന് മുമ്പ് സെൻസർ ബോർഡ് അല്ലാതെ പിന്നെ ഈ ജഡ്ജും അല്ലാതെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വലിയ നിശ്ചയമില്ല. പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ഇത് കുഴപ്പമാണെന്ന്, ഇത് ദീപികയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ദീപികയിൽ എന്താണ് സഭയുടെ തന്നെയാണ്, അവരൊരു വാർത്ത കൊടുക്കുക, അതിനനുസരിച്ച് കോടതിയിൽ പോവുക, ഇതാണ് പരിപാടി. ഇതിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഓക്കെ, സെൻസർ ബോർഡും RSSും ഇതിൽ ഇടപെടുന്നത് മനസ്സിലാക്കാം. കത്തോലിക്ക സഭ പോലെയുള്ളൊരു സംവിധാനം, എന്താണ് ആധുനികതയുടെയും പുരോഗമനത്തിൻ്റെയൊക്കെ വാഹകരായിട്ടുള്ളൊരു സമൂഹം, ഒരു ജനത, അവർ എന്താണ് ഒരു സെൽഫ് ഘട്ടോയിസേഷൻ, സ്വയം ഘട്ടോകളിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ കുഞ്ഞുങ്ങളോട് സൗഹൃദം സ്ഥാപിക്കരുതെന്ന് പറയുന്നു, മറ്റവനായിട്ട് സൗഹൃദം ഉണ്ടാകരുതെന്ന് പറയുന്നു. നിരന്തരം ഈ പറയുന്ന നെഗറ്റീവ് എനർജി സ്വന്തം കുഞ്ഞുങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉൾവലിയലിൻ്റെ പ്രബോധനങ്ങളാണ് നമ്മളിവിടുന്ന് കേൾക്കുന്നത്. എന്താണ് വിശാലമാകുന്നതിൻ്റെയോ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെയോ പ്രബോധനങ്ങളല്ല, ഉൾവലിയലിൻ്റെ പ്രബോധനങ്ങളാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സിനിമ വരുന്നു എന്നറിയുമ്പോഴേക്ക് അതിൽ നമ്മളെക്കുറിച്ച് എന്തോ ഉണ്ടായിരിക്കുമെന്നൊരു മുൻധാരണ വെച്ച് അവർ ഈ കേസിൽ കക്ഷി ചേരുക, അവരിതിനെതിരെ വാദിക്കുക എന്ന് പറയുന്നത് വിചിത്രമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും നൗഫൽ ചോദിച്ചാൽ ഇത് എവിടെ എത്തുകയെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ഇത് അടിസ്ഥാനപരമായി നമ്മുടെ ഈ ഇൻഡസ്ട്രിയെ തന്നെ തളർത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. എല്ലായ്പ്പോഴും സിനിമ എടുക്കുക, എന്നിട്ട് സെൻസർ ബോർഡായിട്ട് ഫൈറ്റ് ചെയ്യുക, എന്നിട്ട് കോടതി പോവുക, ഇതൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ. അജിംസ്, ഇവിടെ വിദ്വേഷത്തിൻ്റെ ഒരു കടൽ തന്നെയുള്ള കേരള സ്റ്റോറി ഓടുന്ന നാടാണ്. അതിന് ദേശീയ അവാർഡ് കിട്ടുന്ന ഒരു നാടാണ്. ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു, മറുഭാഗത്ത് ഇത്തരം അനീതിക്കെതിരെയൊക്കെ ഒരു വാക്കുപോലും പറയാൻ പാടില്ല. അപ്പോൾ വേറൊരു കാര്യം, അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഈ ബാൾട്ടിയുടെ നിർമ്മാതാവ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, സന്തോഷ് കുരുവിള, അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഷൈനിൻ്റെ സിനിമകളുടെ പോസ്റ്ററുകൾ മാത്രം കീറുന്നു എന്ന് പറയുന്നു. അങ്ങനത്തെ അവസ്ഥ ഒരു ഭാഗത്ത് നടക്കുന്നു. സെൻസർ ബോർഡ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു. എന്ന് പറയുമ്പോൾ ഈ ഇൻഡസ്ട്രി തന്നെ മൊത്തം ഈ അവസ്ഥയിലേക്ക് കൊണ്ട് ചെന്ന് എത്തുകയാണ്. ഈ ഹാൽ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ എന്താണെന്ന് ആകെ അറിയാവുന്ന സെൻസർ ബോർഡിനും ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും മാത്രമാണ്. അപ്പോൾ അവർ ഇത് സെൻസറിന് ആദ്യം കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് റീജിയണൽ ഓഫീസിലാണ്. റീജിയണൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ സെൻസർ ബോർഡില്ല, അവിടെ ഒരു സെൻസർ ഓഫീസറാണുള്ളത്. ഒരു നദീം തുഫൈൽ എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ് അതിൻ്റെ അതോറിറ്റി. അദ്ദേഹം സിനിമ കണ്ടിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റണം എന്ന് പറയും, ചില റിലീജിയസ് ടോണുള്ള ചില കാര്യങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞാൽ അവർ കത്ത് കൊടുക്കുന്നു. ആ കത്ത് ഇവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അതുപോലും മാറ്റാൻ, കാരണം അത് നിർദോഷമാണ് എന്നാണ് ഈ സിനിമയുടെ അണിയറക്കാരുടെ വാദം. അത് മാറ്റേണ്ട കാര്യമില്ല. ഇവരെന്ത് ചെയ്യുന്നു? ഇവർക്ക് പറ്റിയ ഒരു അബദ്ധം, ഇവരിത് റിവിഷന് വേണ്ടി ബോംബെയിലെ ഓഫീസിലേക്ക് അയക്കുന്നു. ഈ ബോംബെയിലെ ഓഫീസിലേക്ക് ആരാണെന്ന് അറിയാം? മറ്റേ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സെൻസർ ചെയ്ത ആളുകളാണ്. ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള റീജിയണൽ ഓഫീസിൽ സെൻസർ ചെയ്ത് ബോംബെക്ക് വിട്ടത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വിട്ടതാണ്. അവിടെ ഇരിക്കുന്ന ആരാണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ടീമിൻ്റെ മുമ്പിലേക്കാണ് ഈ സാധനം കിട്ടുന്നത്. അവർക്ക് വളരെ കോളായ ഒരു സംഭവമാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം കടും വെട്ടിനാണ് അവർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തൊക്കെ വെട്ടാൻ പറ്റുന്നതെന്ന് അറിയോ? നമുക്കിപ്പോഴും എൻ്റെ കഥ അറിയില്ല. നമുക്ക് ആ കഥ എന്തെങ്കിലും സൂചന പോലും പുറത്തേക്ക് വിടുന്ന സിനിമയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ അവർ പറയുന്നൊരു കാര്യം എന്താണ്, ഇതിൽ ഒരു കോളേജിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ പേരാണ്, അത് മാറ്റണം, അത് ബ്ലർ ചെയ്യണം എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഒരു ബിഷപ്പ് സംസാരിക്കുന്നുണ്ട്, ആ ബിഷപ്പ് സംസാരിക്കുമ്പോൾ ഏതോ മഠത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് മാറ്റണം. പിന്നെ എന്താണ്
അങ്ങനെ തുടങ്ങിയിട്ട് ഈ ബിരിയാണി. ബീഫ് ബിരിയാണി, സംഘം കാവലുണ്ട്, അങ്ങനെ തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ. സംഘം കാവലുണ്ട് മറ്റേ അത് മാറ്റണം എന്ന് പറയാൻ കാരണം എന്താ പറയുക, ചില സാംസ്കാരിക സംഘടനകളെ അത് മുറിവേൽപ്പിക്കും, അവരുടെ സെൻറ്റിമെൻറ്റ്സിനെ മുറിവേൽപ്പിക്കും എന്നാണ്. പച്ചയ്ക്ക് പറയാൻ RSSന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. തിരിച്ചു കൊടുത്ത ഈ കത്തിൽ അവസാനം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ വേണമെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കത്ത് കൊടുക്കുന്നത് റീജിയണൽ ഓഫീസിൽ നിന്നാണ്. അങ്ങനെയാണ് അവർ ഹൈക്കോടതി ചെല്ലുന്നത്. ഹൈക്കോടതി ചെന്നതിന് ഇപ്പോൾ നേരത്തെ ദാവൂദ് പറഞ്ഞ പോലെ ഈ കത്തോലിക്ക കോൺഗ്രസ് ഇതിൽ കക്ഷി ചേരുകയാണ്. നമ്മൾ ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിക്കേണ്ട കാര്യമില്ല. കാരണം അത് സഭയുടെ കീഴിൽ തന്നെയുള്ള ഔദ്യോഗിക ഒരു സംഘടനയാണ്. ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ് എന്നാണ് അതിൻ്റെ പേര്. അത് സഭ നേരിട്ട് നടത്തുന്നതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക രൂപതകളിൽ അതിന് ഈ സംഘടനാ സംവിധാനമുണ്ട്. അതിൽ അത്ര ആളുണ്ടോ എന്ന് വെച്ചാൽ അത്ര ആളൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിൽ ആളുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓൾ കേരള കത്തോലിക്ക കോൺഗ്രസ്സിലെ ബഹുഭൂരിപക്ഷം ആളുകളും കാസാനുകൂലികളാണ്. ഇനി അങ്ങനെ അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർ കുറേ കൂടി എന്താണ് റിജിഡായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന സഭയുടെ ചില പുരോഹിതന്മാരുടെയൊക്കെ നിലപാടുകൾ അടുത്ത് നിൽക്കുന്ന ആളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ. ഇവർ ഈ കേസിൽ കക്ഷി ചെയ്യുന്നതാണ് രസം. ഇവരുടെ റിട്ട് ഞാനൊന്ന് വായിച്ചു നോക്കി. അപ്പോൾ ഇവർ പറയുന്നു ഞങ്ങൾക്ക് റിലയബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് ഇതിൻ്റെ കഥ അറിയാൻ പറ്റി. ഏതാ റിലയബിൾ സോഴ്സ്? ഒന്നീ സെൻസർ ബോർഡ് പറഞ്ഞു വേണം, അല്ലെങ്കിൽ സിനിമയുടെ അണിയറക്കാരിവർക്ക് കഥ പറഞ്ഞു വേണം. ഇവരെങ്ങനെയാണ് ഈ കഥ മനസ്സിലാക്കുന്നത്? ഏതാണ് റിലയബിൾ സോഴ്സ്? എന്നിട്ട് ഇവർ ആരോപിക്കുന്ന കാര്യങ്ങൾ ബഹുരസമാണ്. ഒന്ന്, ഇതിലെ നായകനും നായികയും 2 വ്യത്യസ്ത മതസമൂഹങ്ങളിൽപ്പെട്ടവരാണ്. അവർ പ്രേമിക്കുന്നത് അവരുടെ പ്രേമത്തെ താമരശ്ശേരി രൂപതാ ബിഷപ്പ് പിന്തുണയ്ക്കുന്നു എന്ന് ഈ സിനിമയിൽ പറയുന്നുണ്ട്. താമരശ്ശേരി രൂപതാ ബിഷപ്പായിട്ട് ചിലപ്പോൾ അതിലൊരു കഥാപാത്രം ഉണ്ടാവാം. അവർ പിന്തുണയ്ക്കുന്നു. അത് ലവ് ജിഹാദിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ്. ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ റിട്ടൊക്കെ ടൈപ്പ് ചെയ്ത വക്കീൽ എന്തായിരിക്കും വിചാരിക്കുക? അതായത് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട 2 പേർ പ്രേമിക്കുന്നത്, ഈവൻ അത് എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞാൽ ഒരു മുസ്ലിം യുവാവും ക്രിസ്ത്യൻ യുവതിയും പ്രേമിക്കുന്നത് ഒരു ബിഷപ്പ് സമ്മതിക്കുന്നു, അതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ താമരശ്ശേരി രൂപതാ ബിഷപ്പിൻ്റെ കഥാപാത്രം ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് താമരശ്ശേരി രൂപതാ ബിഷപ്പിന് വ്യക്തിപരമായി വിഷമമുണ്ടാക്കുന്ന ഒന്നാണ് എന്ന് ഈ കത്തോലിക്ക കോൺഗ്രസ് റിട്ടിൽ പറയുകയാണ്. അതിനർത്ഥം എന്താണ്? ഒന്ന്, ഈ വിഷയം താമരശ്ശേരി രൂപതാ ബിഷപ്പിന് അറിയാം. അതായത് താനൊരു കഥാപാത്രമായിട്ട് ഇതിൽ വരുന്നു. കാരണം ഇദ്ദേഹം ഒരു കഥാപാത്രമായ വേറൊരു കാരണം കൂടിയുണ്ട്. നമുക്കറിയാം, 2 വർഷം മുമ്പ് താമരശ്ശേരിയിൽ ഒരു DYFI നേതാവ് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൻ്റെ പേരിലുണ്ടായ പുകിൽ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കും ഈ സിനിമയുടെ പശ്ചാത്തലമായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തെ താൻ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് തനിക്ക് അപമാനമാണ് എന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചിനാനിയിൽ കരുതുന്നുണ്ടോ? അദ്ദേഹം കരുതുന്നുണ്ടോ? ആണോ അദ്ദേഹം ഈ ഓൾ കേരള കത്തോലിക് കോൺഗ്രസ് കക്ഷി ചേർന്നിട്ടുള്ളത്? ഇനി ആ റിട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ വരിയിൽ പറയുന്ന വേറെ രസകരമായ കാര്യം, ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് മറ്റു മതവിഭാഗങ്ങളിൽ ഉള്ളവരെ കല്യാണം കഴിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമാണ്. അങ്ങനെ കല്യാണം കഴിക്കുന്നതായിട്ട് ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹർട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരു ഹർജി പോകുന്ന ഒരു നാടായി കേരളം മാറി. ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന ബെഞ്ച് ജസ്റ്റിസ് VG അരുണിൻ്റെയാണ്. അദ്ദേഹം തന്നെയാണ് ഇന്നലെ പള്ളുരുത്തി കേസ് പരിഗണിച്ചത്. ജാനകി വേഴ്സസ് കേരള ആരെ പരിഗണിച്ചെന്നറിയാം? ജസ്റ്റിസ് നഗരേഷാണ്. ജസ്റ്റിസ് നഗരേഷ്, അതുകൂടി ഓർത്തിരിക്കണം. അപ്പോൾ ഈ റിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് ചിരി വരുന്ന സംഭവങ്ങൾ ആണ് ഇതിൽ കുത്തിയറച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ റിട്ട് ഞങ്ങളെ കക്ഷി ചേർന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് ഈ സിനിമയുടെ അണിയറക്കാർ ഞാൻ കക്ഷി ചേർന്നോ കുഴപ്പമില്ല, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നുകൊണ്ട് കക്ഷി ചേർന്നോളാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ സിനിമ കാണിക്കില്ല, ജഡ്ജി കണ്ടോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കറിയാം അത് വളരെ നിർദോഷമായ തമാശകളാണെന്നുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും കോടതി കാണട്ടെ എന്ന് ഈ അണിയറ പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും കോടതി കാണട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇത്തരം സംഭവങ്ങൾ വാർത്തയാക്കുന്ന, അത് ചർച്ചയാക്കുന്ന ഒരു സമയം, അതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു 2025 ഇത് ഒക്ടോബർ മാസമാണ്. ഇനി നമുക്കൊരു നവംബർ മാസം കൂടി കടന്നു പോകേണ്ടതുണ്ട്. ഈ നവംബർ മാസം കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ഇനിയും വാർത്തകൾ പൊങ്ങി വരും. ഈ സിനിമയുടെ പേരിൽ ഒരു മതസംഘടന പോയി കക്ഷി ചേരുക, സിനിമയെ സെൻസർ ബോർഡ് തന്നെ ഇടപെടുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു വരും. അതിൻ്റെ ലക്ഷ്യം, അതാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്, ലക്ഷ്യം കേരളത്തിലെ 2 പ്രമുഖ ന്യൂനപക്ഷ സമുദായങ്ങളാണ്. അവരേതെങ്കിലും വിധേന തമ്മിൽ തല്ലിയാൽ മാത്രമേ ഈ പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലിയും കടന്നുകൂടാൻ കഴിയൂ എന്ന് കരുതുന്ന രാഷ്ട്രീയ ശക്തികൾ കേരളത്തിലുണ്ട്. യെസ്, ഇക്കാര്യം ഔട്ട് ഓഫ് ഫോക്കസ് ഇനിയും തുറന്നു പറയും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.